കേറിവാടാ മക്കളയിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം. കാട്ടാപ്പള്ളി നാഗേന്ദ്രന്റെ അച്ഛൻ എങ്ങനെ മരിച്ചെന്നാണ് സിനിമയിൽ പറയുന്നത്? എ. വണ്ടി മറിഞ്ഞ്, ബി. കത്തിക്കുത്തിൽ, സി. നാട്ടുകാർ തല്ലിക്കൊന്നത്. 20 seconds. കൂട്ടുകാരനോട് വേണേ ചോദിക്കാം. ഷിനില് പറയോ? അറിയോ? എല്ലാം ഈ ഓരോ രീതിയിൽ കൊന്നക്കണായിരുന്നു. പെട്ടെന്ന് കറക്റ്റ് ഒരു കുത്തു കുത്തിക്കോ. കുത്തിക്കോളല്ലേ? നാട്ടുകാര് തല്ലിക്കൊന്ന്. നാട്ടുകാര് തല്ലിക്കൊന്നാണ്. ചെറിയൊരു ഓർമ്മ. അങ്ങനെ എ. വണ്ടി മറിഞ്ഞ്, ബി. കത്തിക്കുത്തിൽ, സി. നാട്ടുകാർ തല്ലിക്കൊന്നത്. കത്തിക്കുത്താണ് ഇനി അങ്ങനെ ഒരു. അപ്പൊ ഇനി ഒരെണ്ണം കൂടെ ഉള്ളു പറയാനായിട്ട്. അല്ല, ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ ഇവിടെ കത്തിക്കുത്ത് നടക്കും കേട്ടോ. കത്തിക്കുത്ത് പറഞ്ഞോ? കത്തിക്കുത്ത്. കത്തിക്കുത്ത്. ബി. കത്തിക്കുത്തിൽ എടുത്തിട്ട് വളഞ്ഞിട്ട് പൂട്ടി അടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് ഞാൻ ഇവിടെ വെച്ചിരിക്കും. ഓക്കെ, അവിടെ കേട്ടോ. അതായത് സുധീർ കുറേ കത്തിപ്പാട്ടുകൾ പാടാറുണ്ടല്ലോ, ഈ ഉണ്ടാക്കിയ പാട്ടുകൾ. ഇപ്പം കത്തിന്ന് കേട്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഒരു കത്തിപ്പാട്ട് പാടിക്കേ കേൾക്കട്ടെ. ചേട്ടൻ്റെ മുമ്പിൽ നല്ല പാട്ട് അത് നല്ല പാട്ടും പാടാം, അവസരം തരാം. എന്തായാലും എപ്പോഴും നല്ല പാട്ടിനോ ഇഷ്ടപ്പെടുന്ന ആളാണ് കൂടുതലും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാട്ടിലേക്ക് ചെറിയ ആൾക്കാർക്ക് ഒത്തിരി ചിരിക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ കൊടുക്കാന്നുള്ളതിൽ പാടുന്നത്. അതിലൊരു ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ ഒരു പാട്ട് ഇറക്കിയത് ശങ്കര എന്നുള്ള പാട്ട്, SP സാറിൻ്റെ. ആ പാട്ടിൻ്റെ ഒരു ചെറിയൊരു പാരഡി പോലെ. ശങ്കര താമസമെവിടാ പറ, വേലയില്ലാതായടാ വർക്കുണ്ടോടാ. ശങ്കര താമസമെവിടാ പറ, വേലയില്ലാതായടാ വർക്കുണ്ടോടാ. ശങ്കര പൊതുവേ ഇവനൊരു ഗുരുകുല പഠനവും അധികവുമുള്ളൊരു ഗോപാലു. ഇവനോ ഇന്നലെ വടകര വരതട പ്രോഗ്രാം ഉണ്ടത് കാബൂളിൽ. പൊതുവേ ഇവനൊരു ഗുരുകുല പഠനവും അധികവുമുള്ളൊരു ഗോപാലു. ഇവനോ ഇന്നലെ വടകര വരതട പ്രോഗ്രാം ഉണ്ടത് കാബൂളിൽ. അരവിന്ദസ്വാമിയുടെ സിനിമേണ്ട്രാ, അത് കാണുവാനായി വഴിയൻറാ. എൻ കയ്യിലോ 10 പൈസയിൽറാ. ആകെ മൊത്തം സീൻ കോൺട്രാ. ശങ്കര താമസമെവിടാ പറ, വേലയില്ലാതായടാ വർക്കുണ്ടോടാ. ശങ്കര ശങ്കരോ ശങ്കര. സൂപ്പർ. ഈ പാരഡിയുടെ മുകളിൽ എനിക്ക് എടുത്തു പറയേണ്ടത് ഒരു നല്ല ഗായകൻ്റെ കൂടാണ്. താങ്ക് യു. അതായത് ഇത്രയും ഒരു മിമിക്രി അല്ലെങ്കിൽ ഒരു കലാകാരൻ ഒരു സിനിമ അഭിനയിക്കുന്ന ഒരാൾ ഇത്ര മനോഹരമായിട്ട് പാടും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. കാരണം വളരെ ക്ലിയർ ആയിട്ടാണ് ആ ഒരു സംഗതി വന്നത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഒരു പ്രശ്നമായിട്ട് കുറേ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ നന്നായിരുന്നു. ബട്ട് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഇറ്റ് വാസ് എ ക്ലാസിക് ജോക്ക്. നമ്മൾ ഒരുപാട് പറയുമല്ലോ ഈ ആൾക്കാർ ഈ തറ ജോക്ക് പറഞ്ഞിട്ട് ചിരിപ്പിക്കുന്ന കാര്യമുണ്ട്, അങ്ങനല്ല ഇത്. അപ്പം ബി കത്തിക്കുത്തിൽ ആണ് എടുത്തിട്ട് പൂട്ടിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിയും കൂടെ വിളിക്കേ. എവിടാ സ്ഥലം? എറണാകുളത്ത് തന്നെ. എറണാകുളത്ത് തന്നെ ചിറ്റൂര്. എറണാകുളത്ത് പറവൂർ അടുത്തടുത്ത് ഏകദേശം ഒരു. എന്നാ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പറയാം, 'ബി' 'കത്തിക്കുത്തിൽ'. ഉത്തരം തെറ്റിപ്പോയി. 'സി' 'നാട്ടുകാർ തല്ലിക്കൊന്നത്'. 20 seconds. താങ്ക് യു. എ. 'വണ്ടി മറിഞ്ഞ്', 'ബി' 'കത്തിക്കുത്തിൽ', 'സി' 'നാട്ടുകാർ തല്ലിക്കൊന്നത്'. 20 seconds. 'സി' 'വണ്ടി മറിഞ്ഞ്', 'ബി' 'കത്തിക്കുത്തിൽ', 'സി' 'നാട്ടുകാർ തല്ലിക്കൊന്നത്'. 20 seconds. 'സി' 'വണ്ടി മറിഞ്ഞ്', 'ബി' 'കത്തിക്കുത്തിൽ', 'സി' 'നാട്ടുകാർ തല്ലിക്കൊന്നത്'. 20 seconds. 'സി' 'വണ്ടി മറിഞ്ഞ്', 'ബി' 'കത്തിക്കുത്തിൽ', 'സി' 'നാട്ടുകാർ തല്ലിക്കൊന്നത്'. 20 seconds. 'സി' 'വണ്ടി മറിഞ്ഞ്', 'ബി' 'കത്തിക്കുത്തിൽ', 'സി' 'നാട്ടുകാർ തല്ലിക്കൊന്നത്'. 20 seconds. 'സി' 'വണ്ടി മറിഞ്ഞ്', 'ബി' 'കത്തിക്കുത്തിൽ', 'സി' 'നാട്ടുകാർ തല്ലിക്കൊന്നത്'. 20 seconds. 'സി
ശരി ഉത്തരം എ, വണ്ടി മറിഞ്ഞ്. വണ്ടി മതി. രണ്ടുപേരും കത്തിക്കുത്തലും നാട്ടുകാർ തല്ലിക്കൊന്നു. എന്താ വലിയ പ്രശ്നം. രണ്ടുപേരും പറഞ്ഞ കത്തിക്കുത്തിൽ അല്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊന്നു. അത് നിങ്ങൾ, എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. ഈ പ്രോഗ്രാമിന്റെ ഒക്കെ ഓർമ്മ വരുന്നല്ലേ. നാട്ടുകാർ ഓടിച്ചത് കത്തി കാണിച്ചിട്ട് പൈസ വേണോ, ഇത് രണ്ടും മനസ്സിൽ കിടക്കണം. വീട്ടിൽ പോണോ നിനക്ക്, അല്ലെങ്കിൽ പൈസ വേണോ എന്നൊക്കെ ചോദിച്ചു. രണ്ടും കൂടെ കിടന്ന് മനസ്സിനകത്ത് അത് കയറിപ്പോയി. വണ്ടി മറിഞ്ഞ് ഓർത്തില്ല. അപ്പൊ ഇത് തെറ്റ്. സാരമില്ല. അതെ, രണ്ടും തെറ്റിയോണ്ട് വലിയ പ്രശ്നമില്ല.